ആദ്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് രാമായണം എഴുതിയ വാൽമീകി മഹർഷി. രാമായണവും മഹാഭാരതവും ഹിന്ദുത്വ പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐതിഹ്യങ്ങളിൽ ഉൾപ്പെട്ട പുരാണങ്ങളാണ് രാമായണവും മഹാഭാരതവും. എന്നാൽ രാമായണം എഴുതിയ വാൽമീകി മഹർഷി എഴുതി വെക്കുന്നുണ്ട്, ദശരഥ മഹാരാജാവിന്റെ അന്തപുരത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദശരഥ മഹാരാജാവിന്റെ അന്തപുരത്തിലാണ്, ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് കൃത്യമായിട്ട് രാമായണം എഴുതിയ വാൽമീകി മഹർഷി എഴുതി വെക്കുന്നു. ഐതിഹ്യങ്ങളോ? പക്ഷെ ദശരഥ രാജാവിന്റെ അന്തപുരത്തിൽ ജനിച്ച ശ്രീരാമൻ എങ്ങനെയാണ് ബാബരി മസ്ജിദ് നിൽക്കുന്ന ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുന്നത്? ദശരഥ രാജാവിന്റെ കൊട്ടാരം നിൽക്കുന്നത് യുപിയിൽ മറ്റൊരു സ്ഥലത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടും ചതിയുടെ ഏറ്റവും ക്രൂരമായ ചിന്താധാരയിൽ നിന്ന്, RSS മെന്റാലിറ്റിയിൽ നിന്ന്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിശുദ്ധരായ മുസ്ലിമീങ്ങളുടെ അഭിമാന സ്തംഭത്തെ മുച്ചൂടും നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഫലമായിട്ട് അവർ ചെയ്തു വെച്ചത് ഈ ഒരു കൃത്യമായ ചരിത്രത്തെ അവർ വളച്ചൊടിക്കുകയാണ്.